അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏറ്റവും ബഹുമാനമാദരം നിറഞ്ഞ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ, ഉമർ റളിയല്ലാഹുവിനെ കുറിച്ച് ചെറിയൊരു കഥ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. മിസ്ർ പട്ടണം വിശാലമാണ്. എങ്ങും കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ. പട്ടണത്തിന്റെ ഒരു ഭാഗത്ത് എന്തോ ഒരു മത്സരം നടക്കുകയാണ്. അതെ, അതൊരു കുതിരപ്പന്തയമാണ്. നമ്മുടെ മിസ്രിലെ ഗവർണറായ അംർ ഇബ്നു ആസ് റളിയല്ലാഹുവിന്റെ മകനും ആ നാട്ടിലെ തന്നെ സാധാരണയായ ഒരു ക്രിസ്ത്യൻ യുവാവും തമ്മിലാണ് മത്സരം. മത്സരം വാശിയേറിയതാണ്. അങ്ങനെ മത്സരം അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ അംർ ഇബ്നു ആസ് റളിയല്ലാഹുവിന്റെ മകൻ ആ സാധാരണക്കാരനായ ക്രിസ്ത്യൻ യുവാവിനോട് പരാജയപ്പെട്ടതിന്റെ അപമാനം സഹിക്കാതെ വന്നപ്പോൾ അംർ ഇബ്നു ആസ് റളിയല്ലാഹുവിന്റെ മകൻ ആ പാവം ക്രിസ്ത്യൻ യുവാവിനെ അടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഗവർണറുടെ മകനെയാണ്, നീ എന്നോട് ജയിക്കുമോ? അക്രമം സഹിക്കാതെ വന്നപ്പോൾ പാവം ക്രിസ്ത്യൻ യുവാവ് അങ്ങ് മദീനയിലേക്ക് പോയി. എന്നിട്ട് ഉമർ റളിയല്ലാഹുവിന്റെ അടുത്ത് തനിക്ക് നേരിട്ടുണ്ടായ സംഭവങ്ങൾ, തന്നെ മർദ്ദിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹുവിന് ആശ്ചര്യമായി. കാരണം ഒരു മുസ്ലിം, ഒരു ക്രിസ്ത്യാനി, ഒരു അന്യമതക്കാരനായ ഒരുത്തനെ ഉപദ്രവിക്കുക അത് വലിയൊരു തെറ്റാണ്. അങ്ങനെ ഉമർ റളിയല്ലാഹു പെട്ടെന്ന് തന്നെ മിസ്രിലെ ഗവർണറായ അംർ ഇബ്നു ആസ് റളിയല്ലാഹുവിനെയും അവരുടെ മകനെയും മദീനയിലേക്ക് വിളിപ്പിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ മദീനയിലെത്തി. ഭരണാധികാരികൾക്ക് ഒരുക്കുന്ന വലിയ സ്വീകരണമൊന്നും അവർക്കുണ്ടായില്ല. കാരണം ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കൽ അവരൊന്നും ഒന്നുമല്ല. കാരണം എല്ലാവരും അള്ളാഹുവിന്റെ അടിയാന്മാരാണ്, എല്ലാവരും അള്ളാഹുവിന്റെ അടിമമാരാണ്. അങ്ങനെ ഉമർ റളിയല്ലാഹു പെട്ടെന്ന് തന്നെ അവിടെ ഒരു സഭ വിളിച്ചു കൂട്ടി. എന്നിട്ട് അവിടെ വന്നവരോടൊക്കെ ഇവർ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് ആ പാവം ക്രിസ്ത്യാനി യുവാവിനോട് ചോദിച്ചു, നീ നിന്റെ ശത്രുവിനെ കണ്ടോ? ഇത് കേട്ടപ്പോൾ ആ ക്രിസ്ത്യാനി യുവാവ് പറഞ്ഞു, അതേ ഖലീഫ, ഞാൻ എൻ്റെ ശത്രുവിനെ കണ്ടു. എന്നിട്ട് ഉമർ റളിയല്ലാഹു തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചുറ്റിക എടുത്തുകൊണ്ട് ആ ക്രിസ്ത്യാനി യുവാവിനെ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ പോയി അവനെ അടിക്കുക, നിന്നടിച്ച പോലെ തന്നെ നീ അവനെ പോയി അടിക്കുക. ഇത് കേട്ടപ്പോൾ സഭ ഒന്നാകെ ഞെട്ടിത്തെരിച്ചു. എന്ത് ചെയ്യണമെന്നറിയാതെ ക്രിസ്ത്യൻ യുവാവ് നിന്ന് പരുങ്ങി. എന്നാലും ഉമർ റളിയല്ലാഹുവിന്റെ വാക്കിന് വില കൽപ്പിച്ചുകൊണ്ട് ആ ക്രിസ്ത്യൻ യുവാവ് അംർ ഇബ്നു ആസ് റളിയല്ലാഹുവിന്റെ മകനെ പോയി അടിച്ചു. ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാകുന്നത്? പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ സമൂഹത്തിൽ അധികാരവും സമ്പത്തും പതിവുള്ളവന് എന്ത് തോന്നിവാസവും ചെയ്യാം. എന്നാൽ ഉമർ റളിയല്ലാഹു ഒരു മുസ്ലിം യുവാവ് ഒരു ക്രിസ്ത്യൻ യുവാവിനെ അടിച്ചത് അന്യായമെന്ന് കരുതി ആ ക്രിസ്ത്യൻ യുവാവിനെ കൊണ്ട് തന്നെ മുസ്ലിം യുവാവിനെ തിരിച്ചടിപ്പിച്ചു. ഇതുപോലെയാവണം നമ്മുടെ ഇന്നത്തെ ഭരണകൂടം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും.